അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം അതിന്റെ ചടങ്ങുകൾ ആരംഭിച്ച് കഴിഞ്ഞു. പരിശുദ്ധ ഭൂമിയിൽ മക്കയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ജനലക്ഷങ്ങളുടെ സാന്നിധ്യമില്ലാതെ വളരെ പരിമിതമായ ആളുകൾ, സൗദി അറേബ്യയുടെ ഉള്ളിൽ തന്നെയുള്ള പരിമിതമായ ആളുകളിലേക്ക് ചുരുക്കി ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്ന സാഹചര്യമാണ് ഈ വർഷമുള്ളത്. കോവിഡ്-19 സാഹചര്യത്തിൽ ഇസ്ലാം മനുഷ്യന്റെ ജീവന് നൽകിയ വിലയെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ വന്ന് വലിയ തിക്കും തിരക്കുമൊക്കെ ആകുമ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രോഗവ്യാപനം കൂടി അത് ആളുകളുടെ തന്നെ മരണത്തിന് കാരണമാകുന്ന വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതിനെ മുന്നിൽ കണ്ട് ശറഇന്റെ ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് അധ്യാപനങ്ങൾക്കനുസരിച്ച് പരിമിതമായ ആളുകളിലേക്ക് ചുരുക്കിയാണ് ഈ തവണ പരിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുന്നത്. വളരെ വിലപ്പെട്ട നല്ലൊരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ സൗദി ഭരണകൂടവും പണ്ഡിത സഭയും ഒക്കെ എടുത്തിട്ടുള്ളത്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇങ്ങനൊരു ഹജ്ജ് ആദ്യമായിട്ടായിരിക്കും. ആളുകൾ കുറഞ്ഞ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ആയിരക്കണക്കിന് ഹാജിമാർ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധ മക്കയെ ലക്ഷ്യം വെച്ച് പോകുന്ന നാളുകളാണ് യഥാർത്ഥത്തിൽ. പോയി ഇനി അവരുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം. അറഫയും മിനയും മുസ്ദലിഫയും ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അങ്ങനെയൊന്നുമില്ലാതെ വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഹജ്ജ് ചുരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ചെറിയൊരു വിഷമം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ, പരിശുദ്ധ ഹജ്ജിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടായത് ചരിത്രം വായിക്കുമ്പോൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഹജ്ജിൽ വരാൻ പറ്റാത്ത ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ തന്നെ ആളുകൾക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാതെ പല പ്രതിസന്ധികളും ഉണ്ടായതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹിജറ 317 കറാമിത്തുകൾ ഷിയാ വിഭാഗത്തിൽപ്പെട്ടിരുന്ന അവർ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഹാജിമാർക്കിടയിലേക്ക് കടന്നു വന്ന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതാണ് പലപ്പോഴും ഹജ്ജിന് പ്രതിസന്ധിയുണ്ടായ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് ബഹ്റൈൻ ഭരണാധികാരിയായിരുന്ന അബൂ താഹിർ അൽ കറാമിത്തി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹവും കറാമിത്തിയാക്കളുമൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസപ്രകാരം ഇതൊരു ബിംബാരാധനയാണ്. കഅബാലയത്തിന് ചുറ്റും അതുപോലെ തന്നെ സഫ മർവക്കിടയിലുമൊക്കെയുള്ള ഈ ഹജ്ജിന്റെ അർക്കാനുകളിലൂടെ വിശ്വാസികൾ പോകുമ്പോൾ അതൊരു വിഗ്രഹാരാധനയാണ് എന്ന് വിശ്വസിക്കുകയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുകയും അദ്ദേഹം ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ദുൽഹിജ്ജ 8 പരിശുദ്ധ കഅബാലയത്തിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എത്രേ, അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സന്നാഹത്തോട്, അദ്ദേഹത്തിന്റെ സൈന്യത്തോട് അദ്ദേഹം പറഞ്ഞു എന്നാണ്, അജ്ഹിസു അലൽ കുഫാരി വഅബദത്തിൽ അഹ്ജാർ വദക്കു അർക്കാനൽ കഅബ വഖ്തരിഉൽ ഹജറൽ അസ്വദ്. നിങ്ങളെ ഈ വിഗ്രഹാരാധകരെ, ഈ ദൈവനിഷേധികളെ, ഈ നിഷേധികളായ ആളുകളെയൊക്കെ അവർക്കെതിരിൽ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ആയുധധാരികളായിക്കൊണ്ട് അവർക്കെതിരിൽ പുറപ്പെട്ടുകൊള്ളുക. കഅബാലയത്തെ തകർക്കുവാനും അതുപോലെ തന്നെ ഹജറുൽ അസ്വദിനെ പിഴുതെറിയുവാനുമൊക്കെ അതിനെ എടുത്തുമാറ്റുവാനുമൊക്കെ അദ്ദേഹം അവരോട് ആജ്ഞാപിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും അതടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആളുകൾ ഹാജിമാരായിരുന്ന ഹജ്ജാജുമാർക്കിടയിലേക്ക് എരച്ചു കയറി വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഏകദേശം അന്ന് പലർക്കും ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാതെ 30,000-ഓളം വരുന്ന ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരുന്ന ഹാജിമാർ അവർ അവിടെ മരണപ്പെട്ടു വീണു. വലിയ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായി എന്നും ചരിത്രത്തിൽ അവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുക പോലും ചെയ്യാതെ അവരെ മറവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. മാത്രമല്ല ആ സമയത്ത് അവർ ഹജറുൽ അസ്വദ് മോഷ്ടിക്കുകയും എന്നിട്ട് അവരുടെ തലസ്ഥാനമായിരുന്ന ഖതീഫ്, ഇന്നത്തെ ഖതീഫ് നിൽക്കുന്ന ആ പ്രദേശത്തിലേക്ക് അവർ ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷമാണ്
അത് തിരിച്ച് ഇന്ന് സ്ഥിതി ചെയ്യുന്ന കഅബാലയത്തിന്റെ ആ ഹജറിന്റെ റുക്കിനിൽ ആ മൂലയിൽ അത് കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എന്നുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അന്ന് ഹാജിമാർക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാത്ത വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും പിന്നീട് പിൽക്കാലഘട്ടത്തിൽ അവരുടെ ഭാഗങ്ങളിലൂടെ വരുന്ന ഹാജിമാർക്ക് പ്രയാസവും ഭീതിയുമായിരുന്നു. അത് കാരണം പല ആളുകൾക്കും ഹജ്ജിന് വരാൻ കഴിയാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുപോലെ അതിനു മുമ്പ് ഹിജ്റ 251 ഇസ്മായിൽ ബിൻ യൂസുഫ് അൽ അലവി എന്ന് പറയുന്ന ഷിഈ പക്ഷപാതിയായിരുന്ന ഷിഈ വിശ്വാസം പേറിയിരുന്ന വ്യക്തി, അവർ നമുക്കറിയാം ഷിയാക്കൾ ഒരുപാട് സമയങ്ങളിൽ ഹാജിമാർക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾക്കും യാത്രക്കാർക്കും ഒക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അറഫയിൽ നിന്നിരുന്ന ആളുകൾക്കെതിരിൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഒരുപാട് ഹാജിമാരെ അവർ വധിക്കുകയും ചെയ്തു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ആ സമയത്തും ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് ഇവർ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിജ്റ 372 മുതൽ 380 വരെയുള്ള ദീർഘമായ ഒരു കാലഘട്ടം, 5-8 വർഷത്തോളം ഇറാഖ് പ്രദേശത്ത് നിന്നുള്ള ആളുകൾക്ക് ഹജ്ജിന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് ഹജ്ജിന് വന്നിരുന്ന ആളുകൾക്ക് തീരെ ഹജ്ജിന് വരാൻ കഴിയാത്ത വിധം അവർക്ക് അവിടെ ബനു അബ്ബാസുകൾക്കും ബനു ഉബൈദിയാക്കൾക്കും ഇടയിൽ, രണ്ട് ഖിലാഫത്തിനിടയിൽ, രണ്ട് ഭരണകൂടങ്ങൾക്ക് ഭരണാധികാരികൾക്കിടയിൽ വലിയ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ നിലനിന്നത് കാരണം അവർക്ക് ഭയം കാരണം ഹജ്ജിന് വരാൻ സാധിച്ചിട്ടില്ല. ആ 5-8 വർഷത്തോളം 372 മുതൽ ഹിജ്റ 380 വരെയുള്ള കാലഘട്ടത്തിൽ ഈ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ കാരണം ആളുകൾക്ക് ഇറാഖ് ഭാഗത്തു നിന്നുള്ള ഒരാൾ പോലും ആ കാലഘട്ടത്തിൽ പരിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ച്, മക്കയെ ലക്ഷ്യം വെച്ച് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ചരിത്രം വായിക്കുന്നിടത്ത് കാണാൻ പറ്റും. ഒരു വലിയ പകർച്ചവ്യാധിയാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഇതുപോലെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്രമണങ്ങൾ കാരണം, അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ അവർക്കിടയിലുള്ള ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം ഹജ്ജിന് വരാൻ പറ്റാത്ത സന്ദർഭങ്ങൾ, പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ അവർക്കിടയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം, വിലക്കയറ്റം മൂലം, അതുപോലെ തന്നെ വലിയ പകർച്ചവ്യാധികൾ മൂലം ഇന്ന് സംഭവിച്ചതുപോലെ പല സന്ദർഭത്തിൽ മക്കയിലും അതുപോലെ തന്നെ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്കുമൊക്കെ ഇത്തരം പകർച്ചവ്യാധികൾ കാരണം ആളുകൾക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ പറ്റാത്തതും, വന്ന ആളുകൾക്ക് തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റാത്തതും, ഹജ്ജിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയും ഒക്കെ നമുക്ക് നേരത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹിജ്റ 357 അന്ന് മക്കയിൽ ഒരു വലിയ പകർച്ചവ്യാധി പിടിപെടുകയും പല ആളുകൾക്കും മക്കയിലേക്ക് എത്തിപ്പെടാൻ തന്നെ കഴിഞ്ഞില്ല എന്നാണ്. അതിന്റെ മുമ്പ് അവരുടെ ഒട്ടകങ്ങൾക്കും ഒക്കെ ഈ അസുഖവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. വഴിയിൽ വെച്ച് കുറെ ആളുകൾ മരണപ്പെട്ടു. ഹജ്ജ് കർമ്മത്തിനിടയിൽ അത് നിർവഹിക്കാനും പൂർത്തിയാക്കാനും ഒന്നും കഴിയാതെ കുറെ ആളുകൾ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിജ്റ 1229 8000 ആളുകൾ, ഹിജ്റ 1229 8000-ഓളം ആളുകൾ അന്ന് ഹിജാസ് പ്രദേശത്ത്, ഇന്ന് ആ സ്ഥലങ്ങളെല്ലാം നിലനിൽക്കുന്ന ഹിജാസ് പ്രദേശത്ത് പ്ലേഗ് വ്യാപിച്ച്, പ്ലേഗ് പരന്ന് 8000-ഓളം ആളുകൾ മരണപ്പെട്ടു. ആ വർഷത്തിലും ഹജ്ജ് കർമ്മത്തിന് പൂർണ്ണമായും എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റാത്ത സന്ദർഭം ആയിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ പറയും. 40ഓളം സമയങ്ങൾ, 40ഓളം വർഷങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തിൽ 40 സന്ദർഭങ്ങളിൽ ഇതുപോലെ ഭാഗികമായി പലപ്പോഴും ഹജ്ജ് പല പ്രദേശത്തു നിന്നുമുള്ള ആളുകൾക്ക് മുടങ്ങിയതായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ 1831 ക്രിസ്താബ്ദം 1831 ഹിജ്റ 1246 ഹജ്ജിനിടയിൽ വലിയൊരു പകർച്ചവ്യാധി ഇതുപോലെ ഉണ്ടായി എന്നാണ്. ഇന്നിപ്പോ സൗകര്യങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാം. ഇന്ന് കൂടുതൽ ആശയവിനിമയവും അറിയാനുള്ള സാഹചര്യമൊക്കെ, അവസരങ്ങളൊക്കെ കൂടിയത് കാരണം നമ്മൾക്ക് നേരത്തെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയെന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അന്ന് ഇത്രത്തോളം ടെക്നോളജി ഒന്നും വിശാലമാകാത്തൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ചെന്ന
ചില ആളുകൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുകയും അത് വ്യാപിക്കുകയും വലിയ തോതിൽ ആ പകർച്ചവ്യാധി ഹാജിമാർക്കിടയിൽ വ്യാപിച്ച് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സംഘം ആളുകളിൽ കണ്ട രോഗമായിരുന്നു അത് എന്നും പിന്നീട് അത് അവർക്കിടയിൽ വ്യാപിക്കുകയും ഹജ്ജിന് വന്ന 3% ഭാഗവും ആളുകൾ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത രൂപത്തിൽ, പല ആളുകൾക്കും ഹജ്ജ് തന്നെ പൂർത്തിയാക്കാൻ പറ്റാത്ത രൂപത്തിൽ അധികം ആളുകളും മരണപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. അപ്പോൾ പല തവണയായി യഥാർത്ഥത്തിൽ ഇത്തരം പ്രതിസന്ധികൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1837 1840 ഒക്കെ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും വ്യത്യസ്ത നാടുകളിൽ നിന്നും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ചെല്ലുന്ന ആളുകൾ ഇന്നത്തെ പോലത്തെ ആശയവിനിമയത്തിനുള്ള സൗകര്യമൊന്നും ഇല്ലാതിരിക്കുക, യാത്ര വളരെ ദുഷ്കരമായിട്ടുള്ള യാത്രയാണ്. ഇന്നത്തെ പോലെ അത്ര സൗകര്യമില്ലാത്ത കാലഘട്ടം. ആളുകൾ മൃഗങ്ങളുടെ പുറത്തും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഇന്നത്തെ അത്ര സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിനും രോഗത്തിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. കുറെ ആളുകൾ കൂടുമ്പോൾ അത് വ്യാപിക്കാനുള്ള സാഹചര്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ ചരിത്രത്തിൽ നമ്മൾ ഇതുപോലെ പകർച്ചവ്യാധികൾ അവിടെ ഉണ്ടായി, പല ആളുകൾക്കും പ്രയാസങ്ങൾ ഉണ്ടായതൊക്കെ ആയിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. 1846 തുടങ്ങി 1850 വരെയുള്ള ഏതാനും വർഷങ്ങൾ കോളറ രോഗം ഇടയ്ക്കിടെ ഹാജിമാർക്കിടയിൽ കാണുകയും പലപ്പോഴും ഒരുപാട് ഹാജിമാർക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാതെ അവിടുന്ന് തന്നെ അവർ മരണപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1865 1883 ഒക്കെ ഇടയ്ക്കിടെ വീണ്ടും ഈ കോളറ അവർക്കിടയിൽ കാണപ്പെടുന്നത് സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ഹിജ്റ 1858 ഹിജാസിൽ നിന്ന് വന്ന ആളുകൾ, ആ ഹിജാസ് പ്രദേശത്ത് നിന്ന് ആളുകൾ പേടിച്ചോടി എന്നാണ്. വലിയ ഒരു പകർച്ചവ്യാധി അവിടെ വരികയും പല ആളുകൾക്കും ഹജ്ജിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. വന്ന പല ആളുകളും മരണപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. മാത്രമല്ല മിസ്രിന്റെ ഭാഗത്തു നിന്ന് വന്ന ആളുകളായിരുന്നു ഇവരെന്നുള്ളത് കൊണ്ട് തിരിച്ചവർ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ബിർ അംബർ എന്ന് പറയുന്ന അവിടെ ആ സ്ഥലത്ത് അതിനരികിൽ അവർക്ക് പ്രത്യേകം ക്വാറന്റൈൻ സെന്ററുകൾ സ്ഥാപിച്ചിരുന്നു എന്നാണ്. അവിടെ അവർ താമസിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അവര് നാടണഞ്ഞത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. 1864 ദിവസവും 1000-ഓളം ഹാജിമാർ മരണപ്പെടുന്ന വിധം വലിയ ഒരു പകർച്ചവ്യാധി ഉണ്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. 1871 മദീനയിൽ വലിയൊരു പകർച്ചവ്യാധി പിടിപെട്ടു എന്നാണ്. മദീനയിൽ പിടിപെട്ട പകർച്ചവ്യാധിയിൽ കുറെ ആളുകൾക്ക് രോഗമുണ്ടായി. മക്കൾക്കും മദീനക്കും ഇടയിൽ, മക്കയുടെയും മദീനയുടെയും ഇടയിൽ അന്നവിടെ ഇതുപോലെ അവരെ പ്രത്യേകം മാറി താമസിപ്പിക്കാൻ ക്വാറന്റൈൻ സെന്ററുകൾ പ്രത്യേകമായി അന്ന് സ്ഥാപിച്ചിരുന്നു, രോഗം പരക്കാതിരിക്കാൻ, വ്യാപിക്കാതിരിക്കാൻ എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ 1892 ഒരു കോളറ പിടിപെടുകയും അറഫ സമയത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടായി, ധാരാളം ആളുകൾ അന്ന് മരണപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ 1895 മദീനയിൽ നിന്നും വന്ന ഒരു സംഘം ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക തരം പനി, ടൈഫോയിഡ് പോലെയുള്ള ഒരു പനി വ്യാപിക്കുകയും കുറെ ആളുകൾക്ക് അന്ന് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ, അതുപോലെ തന്നെ നമുക്കറിയാം ഹജ്ജിനിടയിൽ ഷിയാക്കളുടെ തന്നെ ജുഹൈമാന്റെ നേതൃത്വത്തിലുണ്ടായ അക്രമവും മസ്ജിദുൽ ഹറാമിലേക്ക് ആയുധധാരികളായിക്കൊണ്ട് ആളുകൾ കടന്നു വരികയും കുറെ ആളുകളെ അവർ അവിടെ വെച്ച് വധിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഷിയാക്കളുടെ ഭാഗത്തു നിന്നുള്ള പല സന്ദർഭങ്ങളിലായി ഹജ്ജിനിടയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയാ വിലക്കയറ്റം കാരണം, സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒക്കെ ഇറാഖിൽ നിന്നും അതേപോലെ തന്നെ യമനിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള, മിസ്റിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പല ആളുകൾക്കും അതുവഴിയൊക്കെ വരുന്ന പല ആളുകൾക്കും പല വർഷങ്ങളിലായി ഹജ്ജിന് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്ന, പരസ്പരം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പെട്ടെന്ന് അറിയാനുള്ള, ലൈവായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, അറിയാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ തീർത്തും അത്തരം പ്രതിസന്ധികളൊന്നുമില്ലാതെ, പഴയ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ എല്ലാവരും വന്നണയുമ്പോൾ
അല്ല അറിയുന്നത്, അതിന്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവസരമുള്ളത് കൊണ്ട് അത്തരം പ്രതിസന്ധികൾ ഇല്ലാതെയാക്കാൻ ഉള്ള സാഹചര്യം ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹജ്ജിന്റെ പരിമിതപ്പെടുത്തലിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിൽ തന്നെ സൗദി ഭരണകൂടം പറഞ്ഞത് മനുഷ്യന്റെ ശരീരത്തിന്, മനുഷ്യന്റെ ജീവന് ഇസ്ലാം വളരെ വലിയ വില നൽകുന്നുണ്ട് എന്നാണ്. അതിനെ പരിഗണിച്ച് ആളുകൾക്കിടയിൽ രോഗം വ്യാപിക്കുമ്പോൾ അത് കൂടുതൽ ആളുകൾ മരണപ്പെടാനാണ് പലപ്പോഴും കാരണമായി തീരുക. അതില്ലാതെ മനുഷ്യന്റെ ശരീര സംരക്ഷണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇസ്ലാമിൽ. മാത്രമല്ല നമുക്കൊക്കെ അറിയാം, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഹജ്ജുൽ ബൈത്ത് മനിസ്തതാഅ ഇലൈഹി സബീല, അതിലേക്കുള്ള എല്ലാ ശാരീരികമായും സാമ്പത്തികമായും വഴികൊണ്ടും എല്ലാം മാർഗങ്ങൾ തുറന്നു കിട്ടുമ്പോഴാണ് ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നതും ഹജ്ജിലേക്ക് ഒരാൾ പുറപ്പെടേണ്ടതും. ഒരാൾക്ക് അവന്റെ ശരീരത്തെയും അവന്റെ ജീവനെയും തന്നെ ഭീതിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവന് ഹജ്ജ് നിർബന്ധമില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ മഹാമാരിയിൽ നിന്ന്, മഹാമാരി നമ്മളിൽ നിന്നും ഉയർന്നു പോകാൻ, അകന്നു പോകാൻ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ സാഹചര്യത്തിലും, എല്ലാ ഇടങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ജനങ്ങൾക്കിടയിലും, എല്ലാ ജീവിതത്തിന്റെ നമ്മുടെ ജീവിത രീതികളിലുമൊക്കെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനും ഈ അസുഖം നമ്മളിൽ നിന്ന് വിട്ടുപോകാനും ഒക്കെ വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.